അത് കേസ് രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ചാണ് സുനിൽ ചോദിച്ചത്. കേസ് യഥാർത്ഥത്തിൽ ഒരാളൊരു പരാതി നൽകിയാൽ അയാളുടെ മതവികാരം വ്രണപ്പെട്ടു എന്ന നിലയിലാണെന്ന് മറ്റുമാണ് അയാൾ പരാതി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അയ്യപ്പ തിരുവാഭരണ അതിൻ്റെ പേരുമർത്ത ഒരു സംഘടന, എന്തായാലും അതിൻ്റെ ഒരു സംഘടന ഒരു പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ വ്യക്തി ഒരു പരാതി കൊടുക്കുന്നു. പരാതി ലഭിച്ചാൽ പോലീസ് എടുക്കേണ്ട സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമേ പോലീസ് സ്വീകരിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിൽ ഉണ്ടായിട്ടില്ല. ഈ വിസി നിയമനത്തെ എങ്ങനെയാണ് ഡിവൈഎഫ്ഐ കാണുന്നത്? ഇതൊരു ഒത്തുതീർപ്പ് ഒരു അന്തർധാരയുടെ ഭാഗമായി നടന്നതാണ്. ഗവർണർ മുട്ടുമടക്കി, ഇതാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഗവർണറാണ് മുട്ടുമടക്കിയത്. ഈ സുപ്രീം കോടതി വെച്ച സമിതി, ആ സമിതിയുടെ ശുപാർശയിന്മേൽ സുപ്രീം കോടതി 2 സാധ്യതകളാണ് ഗവർണറുടെയും മുമ്പിൽ വെച്ചിരുന്നത്. ഒന്നുകിൽ ഇതിൽ നിന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ചർച്ച, ഇപ്പോൾ സമവായ ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുമായി സമവായത്തിന് ഗവർണറും തയ്യാറായത്. ആ സമവായ ചർച്ചയിൽ ഗവൺമെൻറ് വെച്ചിരുന്ന 2 പ്രപ്പോസൽസാണ്. അത് ആദ്യം തന്നെ സഖാവ് പി രാജീവ്, അതോടൊപ്പം തന്നെ മന്ത്രി ബിന്ദുവും ഗവർണറെ കണ്ടതിന് ശേഷം നടത്തിയ ബ്രീഫിങ്ങിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ ഈ 2 പേരെയും വെക്കുക, ഇല്ലെങ്കിൽ 2 പേരെയും ഒഴിവാക്കുക. അതിന് ഗവർണർ അന്ന് തയ്യാറായിരുന്നില്ല. 22-ലധികം പേജ് വരുന്ന ശുപാർശയാണ്, ഒരു വലിയ കുറിപ്പടിയാണ് അദ്ദേഹം സീൽ വെച്ച കവറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇദ്ദേഹത്തിനെതിരെ, നമ്മുടെ സജി ഗോപിനാഥിനെതിരെ കൊടുത്തിരുന്നത്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസിക്കെതിരെ. ഗവർണർ ഒരു കാര്യത്തിലും സജി ഗോപിനാഥിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല.